സ്നാക്സ് പോലത്തെ ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു ചട്ടി നമ്മൾ വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായി വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്കതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലോട്ട് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് വേവാനായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം അതായിക്കഴിഞ്ഞാൽ അതിലോട്ട് ഒരു സവോള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് വഴറ്റിയെടുക്കാം. അത് വഴണ്ട് വന്നു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്കതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക് മുൻപായിട്ട് നമുക്ക് ഉള്ളി വഴണ്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ആയിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ആയിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പൊടികളായിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് മീറ്റ് മസാല എന്തെങ്കിലും ഒരു മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. മീറ്റ് മസാലയോ ഗരം മസാല, ചിക്കൻ മസാല, അതൊക്കെ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല രീതിയിലേക്കൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം. മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് കൊടുത്ത പട്ടാണി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ ആ ഒരു ഗ്രേവിക്ക് അനുസരിച്ചിട്ട് എത്ര മുട്ട വേണമെന്ന് വെച്ചാൽ അത്ര പൊട്ടിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് തന്നെ നമ്മളത് ഇളക്കി കൊടുക്കുക. ഫുള്ളിലിട്ടാലാണ് അത് പെട്ടെന്ന് ആവുള്ളൂ. ഉള്ളിൽ ഫ്ലെയിം ഇട്ടതിന് ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ അടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ കുറേ നേരം ഇളക്കിയിട്ട് നമ്മൾ ഈ മുട്ട ചിക്കുന്നത് പോലുള്ള ഒരു ഇതിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് വെക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ മുട്ട ചിക്കി കഴിഞ്ഞ് ഒരു വിധമായി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. ചേർത്ത് കഴിഞ്ഞാൽ നല്ല ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം കുരുമുളക് പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം അത് ഇളക്കാനായിട്ട്. കുരുമുളക് പൊടി ഇട്ട് അതൊന്ന് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മസാല റെഡിയാവും.